അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വഅൻഫിഅനാ മാ അല്ലംതനാ വസിദ്നാ ഇൽമ. പ്രിയമുള്ള പഠിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ അറബി ഭാഷാ പഠനത്തിൻ്റെ 5-ാമത്തെ ചാപ്റ്ററിലെ തമാരീനുകളിലേക്ക് അഥവാ അതിൻ്റെ പരിശീലനങ്ങളിലേക്ക്, എക്സസൈസിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രവേശിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ തംരീനുകളും നമുക്ക് പാഠഭാഗത്ത് ആദ്യമായി കൊടുത്ത പാഠഭാഗത്തിൻ്റെ തിയറികൾ നമുക്ക് കൃത്യമായി എങ്ങനെയാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നതിലേക്കുള്ള ഒരു പരിശീലനമാണ് തംരീൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തംരീൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ടെക്സ്റ്റിൽ. അത് നമ്മൾ ശരിയായ രൂപത്തിൽ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി ഭാഷയുടെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ തീർച്ചയായും സഹായിക്കും ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തേതിലേക്ക് നോക്കാം നമുക്ക്. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ അല്ലേ? സമാനമായി കുറേ വന്നിട്ടുണ്ട്. അജിബ് എന്ന് പറഞ്ഞാൽ ആൻസർ, ഉത്തരം പറയുക. അനിൽ അസ്ഇലത്തിൽ ആത്തിയ, അവിടെ അൻ എന്നുള്ള പ്രയോഗം നമുക്ക് ആ അന്നൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. കാരണം നമ്മളത് പഠിച്ചു. ജറിൻ്റെ ഹർഫിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന അൻ എന്നത് ഉണ്ടല്ലേ, അൻ എന്നത് വന്നതുകൊണ്ടാണ് ഇവിടെ അസ്ഇലത്തി എന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അൻ എന്നുള്ളത് എന്താണ്? അതൊരു ജറിൻ്റെ ഹർഫാൻ എന്ന് പറഞ്ഞാൽ കെസർ കൊടുക്കേണ്ട ഒരു ഹെറൂഫിൽ പെട്ട ഒരു ഭാഗമാണ് എന്ത് അൻ എന്നുള്ളത്. അതുകൊണ്ട് അജിബ് അനിൽ അസ്ഇലത്തി എന്ന് വായിക്കണം. അജിബ് അനിൽ അസ്ഇലത്തി എന്ന് വായിക്കണം. ആത്തിയ, ആത്തിയ എന്ന് പറഞ്ഞാലോ താഴെയുള്ള. അപ്പോൾ അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, ആത്തിയത്തി. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയത്തി, താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. ഈ പാഠഭാഗത്ത് നോക്കിയിട്ടാണ് ഉത്തരം പറയേണ്ടത്. ഒന്നാമത്തേത് വായിച്ചു നോക്കൂ. എങ്ങനെയാണ് വായിക്കുക? ഞാൻ വായിച്ചു നോക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ വായിക്കണം. എന്താണത്? മുഹമ്മദിൻ്റെ പുസ്തകം എവിടെ എന്നതാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. രണ്ടാമത്തത് അമ്മാറിൻ്റെ പുസ്തകം എവിടെ എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ഭാഗം മുദരിസിൻ്റെ ബാഗ് എവിടെയാണ് എന്നുള്ളതാണ്. മുദരിസിൻ്റെ ബാഗ് എവിടെയാണ്. അപ്പോൾ ഞാൻ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു, അറബി വായിച്ചിട്ടില്ല. എന്തിനാണത്? നമുക്ക് ഹർക്കത്തിടാതെ, ഫത്തുഹും കെസറും ഇടാതെ ഒരു ഭാഗം കിട്ടിയാൽ അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ള ഒരു പരിശീലനം ഈ ടെക്സ്റ്റ് നമുക്ക് നൽകുന്നുണ്ട്. അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? ഒന്ന് വായിച്ചു നോക്കൂ. എങ്ങനെയാണ് നമ്മളിത് വായിച്ചത്? മുഹമ്മദിൻ്റെ പുസ്തകം എവിടെ? ഐന കിതാബു മുഹമ്മദിൻ്റെ എന്ന് പറയാൻ എന്ത് കൊടുക്കണം അവിടെ? ഐന കിതാബു മുഹമ്മദുൻ പറയാൻ പറ്റുമോ? മുഹമ്മദൻ അങ്ങനെ വായിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് വായിക്കേണ്ടത്? ഐന കിതാബു മുഹമ്മദിൻ. ഈ കസ്റു തൻവീനിന് അർത്ഥം വരുന്നത് എന്താണ്? മുഹമ്മദിൻ്റെ എന്ന അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. മുഹമ്മദിൻ്റെ ബുക്ക് എവിടെയാണ്? ശരി. രണ്ടാമത്തേത് നോക്കൂ. ഐന കിതാബു അമ്മാരിൻ. ഐന കിതാബു അമ്മാരിൻ അല്ലേ? അമ്മാറിൻ്റെ പുസ്തകം എവിടെയാണ്? മൂന്നാമത്തേത് ഐന ഹഖീബത്തുൽ മുദരിസി. അധ്യാപകൻ്റെ ബാഗ് എവിടെയാകുന്നു? ഐന ഹഖീബത്തുൽ മുദരിസി. അധ്യാപകൻ്റെ ബാഗ് എവിടെയാകുന്നു? ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനും മറ്റു ചില ഇതിനോട് നമ്മൾ താരതമ്യം ചെയ്തുകൊണ്ട് പറയുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും അല്ലേ? ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സലീമിൻ്റെ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? സലീം എന്ന് എഴുതിയിട്ട് മുകളിൽ നമ്മളൊരു അപ്പോസ്ട്രോഫി കോമ ഇട്ട് അല്ലേ? സലീംസ്. അപ്പോൾ എന്തായി? സലീമിൻ്റെ. പെൻ
എന്നാണെങ്കിൽ പിന്നെ പെൻ എന്നവിടെ എഴുതി വെച്ചാൽ സലീമിൻ്റെ പെൻ എന്ന പേന എന്നായി മാറി. എന്നാൽ ഇത് അറബിയിൽ എങ്ങനെയാണ്? പലപ്പോഴും കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞാലും ഇത്തരം പ്രയോഗങ്ങൾ പലപ്പോഴും അറിയാം, ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇത് അജാലമായ ഒരു രൂപത്തിലൂടെയുള്ള പ്രയോഗങ്ങളൊക്കെ എന്ത് ചെയ്യും, പറയുകയും ചെയ്യും. ഇപ്പോൾ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, അവിടെ നെയിം ഓഫ്, അവിടെ അർത്ഥം എന്താണ്? കുട്ടിയുടെ. ആ ഓഫിന് അർത്ഥം വരുന്നത് കുട്ടിയുടെ എന്നാണ്. അപ്പോൾ ഇങ്ങനെ അറബിയിൽ ഇത് എങ്ങനെയാണ് പറയുക? അവിടെയാണ് നമ്മളെന്ത് ചെയ്യുന്നത്, കെസറു തൻവീൻ അഥവാ ഐന കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം എന്ന് പറയാൻ മുഹമ്മദിന് കെസർ കൊടുത്താൽ മതി എന്ന ആ ഒരു ഭാഗം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതും. ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാം, മൂന്നാമത്തതൊന്നും കൂടെ ഈ തമ്രീനിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ഇവിടെ നോക്കൂ നിങ്ങൾ, ഹഖീബത്തുൽ മുദർരിസി, നേരത്തെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണത്. ഇവിടെ അൽ മുദർരിസി എന്നുള്ളത് വന്നു അല്ലേ, അൽ മുദർരിസി എന്ന് വന്നു. ഈ അലിഫ്ലാമിനെ പറ്റി ഒന്നും കൂടെ പറയാൻ. അലിഫ്ലാം വരുമ്പോൾ, അലിഫ്ലാം എന്ന് പറയുമ്പോൾ അലിഫ്ലാം വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്നതിന് കെസറ് കൊടുക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് അൽ മുദർരിസി എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പേരുകൾ മുഹമ്മദിൻ എന്ന് കൊടുത്തു, അമ്മാരിൻ എന്ന് കൊടുത്തു. പേരുകളോടൊപ്പം എന്ത് ചെയ്യൂല, അലിഫ്ലാം ചേരുകയില്ല. മുഹമ്മദിലേക്ക് അൽ മുഹമ്മദ് എന്ന് പറയണ്ട, അല്ലാതെ തന്നെ അത് അണ്ടർസ്റ്റുഡാണ്. അമ്മാർ എന്നതിന് അൽ അമ്മാർ എന്ന് പറയാൻ പാടില്ല. എന്നാൽ അതേ സമയത്ത് മുദർരിസ്, ദാരിസ് തുടങ്ങിയിട്ടുള്ള പേരുകളിലേക്കൊക്കെ നമ്മൾ അലിഫ്ലാം ചേർത്ത് വരുമ്പോൾ അതിനെന്ത് ചെയ്യും, തൻവീന് നഷ്ടപ്പെട്ടു പോകും, തൻവീന് കൊടുക്കാൻ പാടില്ല എന്നും കൂടെ ഇതിലേക്ക് ചേർത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, നമുക്കെന്ത് ചെയ്യാം, ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ഐന കിതാബ് മുഹമ്മദിൻ, ടെക്സ്റ്റിലേക്ക് നോക്കൂ. ഐന കിതാബ് മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പേന എവിടെയാണ്? ഹുവ അലൽ മക്തബി. അതിൻ്റെ ഉത്തരം എന്തായിരുന്നു? ഹുവ അലൽ മക്തബി. ഐന കിതാബു അമ്മാരിൻ, മുകളിൽ ആ ടെക്സ്റ്റ് വായിച്ചു നോക്കൂ. ഐന കിതാബു അമ്മാരിൻ, അമ്മാറിൻ്റെ പുസ്തകം എവിടെയാണ്? ഹുവ അല മക്തബിൽ മുദർരിസി, ഹുവ അല മക്തബിൽ മുദർരിസി, അത് അധ്യാപകൻ്റെ ടേബിളിന്മേലാണ്. ഐന ഹഖീബത്തുൽ മുദർരിസി, അതിൻ്റെ ഉത്തരം എന്താണ്? ടെക്സ്റ്റിൽ വായിച്ചു നോക്കൂ. ഹിയ തഹ്തൽ മക്തബി, ഹിയ തഹ്തൽ മക്തബി. അപ്പോൾ ആ തംരീന് നമുക്ക് വായിച്ചിട്ട്, ഒരു ഭാഗം വായിച്ചിട്ട് നമുക്കത് മനസ്സിലാകുന്നുണ്ടോ, കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ എന്നതിലേക്കാണ് അത് ആ ഒരു തംരീന് സൂചന നൽകുന്നത്. ഇനി രണ്ടാമത്തെ തംരീനിലേക്കും കൂടെ നമുക്ക് പ്രവേശിക്കാം. അതെങ്ങനെ വായിക്കുക? അലിഫ് അൽ കലിമത്തൽ ഊല ഇല സാനിയ. നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ എന്ത് ചെയ്യും? അലിഫിൽ കലിമ, അലിഫ് എന്നാണ് ഒറ്റക്കാണെങ്കിൽ വായിക്കേണ്ടത്. പക്ഷേ അവിടെ അലിഫ്ലാമിലേക്ക് ചേർത്ത് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അലിഫിൽ കലിമത്തൽ ഊല, അലിഫ് അൽ കലിമത്തൽ ഊല ചേർത്ത് വായിക്കുമ്പോൾ അലിഫിൽ കലിമത്തൽ ഊല ഇല സാനിയ. എന്താ അർത്ഥം? ഒന്നാമത്തെ കലിമത്തിനെ രണ്ടാമത്തെ കലിമത്തിലേക്ക് ചേർക്കുക. ഏതാണ് ഒന്നാമത്തെ കലിമത്ത്? അൽ കലിമത്തുൽ ഊല ഏതാണ് ഇവിടെ? ഇതാ കിതാബ് ഉണ്ടോ. രണ്ടാമത്തേത് ഏതാണ്? മുഹമ്മദ്. അപ്പോൾ ഈ ഒന്നാമത്തെ കലിമത്തിനെ രണ്ടാമത്തെ കലിമത്തിലേക്ക് ചേർക്കുക. അത് ചേർത്തതിൻ്റെ ഉത്തരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ കൊടുത്തത് കിതാബു മുഹമ്മദിൻ. മോഡൽ അതിൽ കൊടുത്തിട്ടുണ്ട്, കിതാബു മുഹമ്മദിൻ, മുഹമ്മദിൻ്റെ പുസ്തകം. നമ്മൾ പഠിക്കുകയാണ്. രണ്ടാമത്തെ നോക്കൂ, രണ്ടാമത്തെ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്? മക്തബ് എന്ന് കൊടുത്തു. ഒന്നാമത്തേത് ഏതാണ്? മക്തബ്. ഒന്നാമത്തേത് മക്തബ് എന്നുള്ളതാണ്. രണ്ടാമത്തേത് അൽ മുദർരിസു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തതിനെ രണ്ടാമത്തതിലേക്ക് ചേർത്തപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ്? ശ്രദ്ധിച്ചു നോക്കൂ, അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വന്നത്? മക്തബുൽ മുദർരിസി, മക്തബുൽ മുദർരിസി, മുദർരിസിൻ്റെ ടേബിൾ എന്നായി മാറി. ഇനി ഇവിടെ ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട് അല്ലേ? ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങൾ. ഇവിടെ കിതാബുൻ എന്ന് പറയുമ്പോൾ ഇവിടെ 2 ലൊമ്മുണ്ട്. കിതാബുൻ എന്നതിന് 2 ലൊമ്മ നമുക്ക് കാണാൻ കഴിയും അല്ലേ?
ഒരു ലൊമ്മ് പിന്നീട് ഒരു ലൊമ്മും കൂടെ ഉണ്ട്. ഇതാണ് ഇവിടെ. മുഹമ്മദുൻ എന്നതിനുമുണ്ട് 2 ലൊമ്മ് കൊടുത്തിട്ടുണ്ട്. സ്വതന്ത്രമായ 2 കലിമത്തുകൾ എടുത്ത് അതിന് രണ്ടിനും എന്ത് ചെയ്തിട്ടുണ്ട്? 2 ലൊമ്മുണ്ട്, ലൊമ്മത്തൈൻ. പക്ഷേ ഇതിനെ ചേർത്തപ്പോഴോ, രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്തപ്പോഴോ ആദ്യത്തേതിൻ്റെ അഥവാ കിതാബുൻ എന്നതിലെ 2 ലൊമ്മിനെ എന്ത് ചെയ്തു? ഒഴിവാക്കി, കിതാബു എന്നാക്കി മാറ്റി. പിന്നീടോ മുഹമ്മദുൻ എന്നതിനെന്ത് കൊടുത്തു? മുഹമ്മദിൻ എന്നാക്കി മാറ്റി. അപ്പോൾ ആ മുഹമ്മദിൻ എന്നാക്കി മാറ്റിയത് എന്തിനാണ്? മുഹമ്മദിൻ്റെ എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതേ സമയത്ത് ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ആദ്യം വരുന്ന ആ ഒരു കലിമത്തിന് അതെന്ത് ചെയ്യും? അതിന് തൻവീന് കൊടുക്കാൻ പാടില്ല, അഥവാ അതിന് 2 ലൊമ്മ് കൊടുക്കാൻ പാടില്ല, 1 കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവിടെ കിതാബു മുഹമ്മദിൻ എന്ന് പറയുന്നത്. അതിന് അറബിയിൽ എന്ത് ചെയ്യും? മുലാഫ് എന്നൊക്കെ പറയും, അത് ശേഷം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ ചേർക്കേണ്ടതിൻ്റെ രീതി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിനെന്താണ് ഗ്രാമർപരമായി എന്താണ് ഇതിന് പറയുക എന്നുള്ളതൊക്കെ ലാസ്റ്റാണ് ഈ ടെക്സ്റ്റിൽ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു ശൈലിയിലൂടെ തന്നെ പോകാം എന്നുള്ളത് കൊണ്ടാണ് കാര്യങ്ങൾ ആ രൂപത്തിലൂടെ പോകുന്നത്. ശരി, രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഒന്നും കൂടെ ശ്രദ്ധിക്കാം. മക്തബുൻ അല്ലേ, ഇതാണ് രണ്ടാമത്തെ പാർട്ട്. മക്തബുൻ, അതിന് 2 ലൊമ്മുണ്ട്. അതുപോലെ തന്നെ അൽ മുദരിസു എന്നാണ്. അൽ മുദരിസ്, ഇവിടെ മുദരിസ് എന്നതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അലിഫ്ലാമിനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വിഷയത്തെ നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം. അതിൽ മക്തബ് ചേർത്തപ്പോഴോ മക്തബുൻ എന്നതിലെ ആ 2 ലൊമ്മിനെ ഒഴിവാക്കി 1 ലൊമ്മാക്കി മാറ്റി. ഇവിടെ നോക്കൂ, 1 ലൊമ്മേ ഉള്ളൂ, മക്തബ്. പിന്നീടോ അൽ മുദരിസു എന്നതിനെ എന്താക്കി മാറ്റി? ഇവിടെ കെസ്ർ കൊടുത്തു, അൽ മുദരിസി എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഭാഗം. അപ്പോൾ ഇവിടെ അലിഫ്ലാമ് വന്നു എന്നതുകൊണ്ട് മുദരിസു എന്നതിന് എന്ത് ചെയ്തു? അലിഫ്ലാമ് വന്നു എന്നതുകൊണ്ട് മുദരിസിൻ എന്ന് പറഞ്ഞില്ല, അതിന് പകരം എന്ത് ചെയ്തു? മുദരിസി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക, ശരിക്കും നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് താഴെയുള്ളതിൽ ഇതേ രൂപത്തിലൂടെയുള്ള ഒരു മെത്തേഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇതേ രൂപത്തിലൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൽ ഏകദേശം എത്ര നോക്കൂ നിങ്ങൾ? 3, 6, 7 ഉദാഹരണങ്ങളുണ്ട്. ഈ 7 ഉദാഹരണങ്ങൾ അലിഫ്ലാം ഇല്ലാത്തതും 7 ഉദാഹരണങ്ങൾ അലിഫ്ലാമോട് കൂടിയുള്ളതും നമുക്ക് നൽകുന്നത് എന്തിനാണ്? ഇത് വായിക്കുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു? ഇന്ന ആളുടെ ഇന്ന വസ്തു എന്ന് പറയാൻ നമുക്ക് ഭാഷയിൽ കഴിയാൻ. അതുകൊണ്ട് ഒരു ഭാഷയുടെ ഒരു പുതിയൊരു മേഖലയിലേക്ക്, ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, നോക്കൂ, ഒന്നാമത്തേത് വായിക്കാം. ഒന്നാമത്തേത് ഖലമുൻ. അതുപോലെ തന്നെ അതിൽ കൊടുത്ത രണ്ടാമത്തെ വാക്ക് ഹാമിദുൻ എന്നുള്ളതാണ്. അതിൻ്റെ എന്താണ് നമുക്ക് കിട്ടേണ്ടത്? ഹാമിദിൻ്റെ പേന എന്ന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഉത്തരം കിട്ടണം. എന്തായിരിക്കും അതിൻ്റെ രണ്ടാമത്തേത്? അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് രണ്ടാമത് അതിൻ്റെ ഉത്തരം നമ്മൾ പറയുമ്പോൾ അത് ശരിയാണോ അല്ലേ എന്ന് നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. ശരി, രണ്ടാമത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കൂ നിങ്ങൾ. മിഫ്താഹുൻ എന്ന് കൊടുത്തു. ആ മിഫ്താഹുൻ എന്നതിൻ്റെ ശേഷമുള്ള വാക്കെന്താ? അൽ ബൈത്തു. ഉണ്ടേ, അലിഫ്ലാമ് ചേർത്തുകൊണ്ടാണ് കൊടുത്തത്, അൽ ബൈത്തു. അപ്പോൾ ഇവിടെ എന്താണ് അർത്ഥം കിട്ടേണ്ടത്? വീടിൻ്റെ ചാവി എന്നാണ് അർത്ഥം കിട്ടേണ്ടത്. വീടിൻ്റെ ചാവി എന്നർത്ഥം കിട്ടണം. അപ്പോൾ എങ്ങനെയാണത് വായിക്കുക? ൻ്റെ എന്നർത്ഥം കിട്ടാൻ നമ്മൾ ഏതൊരു ശൈലിയാണ് നമ്മൾ എടുക്കേണ്ടത് ആലോചിച്ച് നോക്കുക. ശരി, രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ. ബൈത്തുൻ അബ്ബാസുൻ. അബ്ബാസിൻ്റെ വീട് എന്ന് പറയണം. നമുക്ക് ഏത് രൂപത്തിലാണ്, ഏതൊരു ശൈലിയാണ് നമ്മളവിടെ സ്വീകരിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളതിനെ ഉപയോഗിക്കേണ്ടത്? അടുത്തത് ദുക്കാനുൻ താജിറുൻ. കച്ചവടക്കാരൻ്റെ ഷോപ്പ് എന്നാണ്. ദുക്കാനി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഷോപ്പ്. താജിർ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ, കച്ചവടക്കാരൻ, മർച്ചൻറ്റ്. അപ്പോൾ കച്ചവടക്കാരൻ്റെ ഷോപ്പ് എന്നെങ്ങനെയാണ് നമുക്ക് അർത്ഥം പറയാൻ കഴിയുക? ഇതാണ് ഇതിൽ നമുക്ക് കിട്ടേണ്ടതും. അതുപോലെ തന്നെ അലിയുടെ റൂം. അലിയുടെ റൂം എന്നർത്ഥം കിട്ടണം. എങ്ങനെ വായിക്കും നമ്മൾ? എങ്ങനെയാണ് നമ്മളത് എഴുതുക? അതുപോലെ തന്നെ ബൈത്തുൻ മുഹന്ദിസുൻ. ബൈത്തുൻ അൽ മുഹന്ദിസു, എൻജിനീയറുടെ വീട് എന്ന് നമുക്ക് വായിക്കണം. ആ ഒരു ആശയത്തോടു കൂടി നമുക്കത് ലഭിക്കണമെങ്കിൽ ആ സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം വായിക്കേണ്ടത്?
അതുപോലെ തന്നെ ദഫ്തറുൻ സഈദുൻ, ദഫ്തറുൻ സഈദുൻ. എന്താണ് സഈദിൻ്റെ ദഫ്തർ? അതിൻ്റെ മുകളിൽ അതിൻ്റെ നേരെ നോക്കൂ, ഇസ്മുൻ അൽ വലതു എന്നാണ് കൊടുത്ത്, കുട്ടിയുടെ പേര്. അതുപോലെ തന്നെ മിന്ദീലുൻ യാസിറുൻ, മിന്ദീലുൻ യാസിറുൻ എന്താണ്? യാസിറിൻ്റെ കർച്ചീഫ്, ടവൽ. അതുപോലെ അതിൻ്റെ നേരെ കിതാബുൻ അള്ളാഹു, അള്ളാഹുവിൻ്റെ കിതാബ്. അതുപോലെ തന്നെ ഖമീസുൻ അമ്മാറുൻ, അമ്മാറിൻ്റെ കുപ്പായം, അമ്മാറിൻ്റെ ഷർട്ട്. ബിൻതുൻ അത്വബീബു, ബിൻതുൻ അത്വബീബു ഡോക്ടറുടെ മകൾ. അതുപോലെ സരീറുൻ ഖാലിദുൻ, ഖാലിദിൻ്റെ കട്ടിൽ. മിഫ്താഹുൻ അസ്സയ്യാറത്തു, കാറിൻ്റെ ചാവി. ഇങ്ങനെ നമുക്കെന്ത് ചെയ്യണം? ഈ ഒരു ആശയം കിട്ടുന്ന രീതിയിൽ ഈ രണ്ട് കലിമത്തുകളെ ചേർത്ത് നമ്മൾ പ്രയോഗിക്കണം. അത് നമ്മൾ പഠിച്ചു, ചാപ്റ്ററിലൂടെ നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചു, തംരീനിലൂടെ നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് എന്നുള്ളതാണ് നിങ്ങൾ വായിച്ച് അതിൻ്റെ നേരെ അതിൻ്റെ ഉത്തരം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. കലമുൻ ഹാമിദുൻ എന്നതിൻ്റെ ഉത്തരം എന്താണ്? പറഞ്ഞോളൂ. കലമുൻ ഹാമിദുൻ എന്നതിന് നമ്മൾ കലമു ഹാമിദിൻ. നിയമം ഓർക്കണം. കലമുൻ എന്നതിലെ രണ്ട് ലൊമ്മ് മാറ്റിയിട്ട് കലമു എന്നാക്കി മാറ്റുന്നു. ഹാമിദുൻ എന്നതിനെ ഹാമിദിൻ എന്നാക്കി മാറ്റുന്നു. അപ്പോൾ അർത്ഥം എന്തായി? ഹാമിദിൻ്റെ പേന എന്നായി മാറി. മിഫ്താഹുൻ, അതിൻ്റെ നേരെ നോക്കൂ നിങ്ങൾ, മിഫ്താഹുൻ അൽ ബൈത്തു. അവിടെ മിഫ്താഹുൻ എന്നതിൻ്റെ രണ്ട് ലൊമ്മ് നമ്മളെന്ത് ഒഴിവാക്കി, തൻവീൻ ഒഴിവാക്കി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മിഫ്താഹു. എന്നിട്ട് അൽ ബൈത്തു എന്നതിനെ അൽ ബൈത്തി എന്നാക്കി മാറ്റുന്നു. മിഫ്താഹുൽ ബൈത്തി. അതിൻ്റെ ഉത്തരം എന്താണ്? വീടിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ്? വീടിൻ്റെ ചാവി. നെക്സ്റ്റ് നോക്കൂ, ബൈത്തുൻ അബ്ബാസുൻ എന്നതിൻ്റെ ഉത്തരം എന്താണ്? ബൈത്തുൻ അബ്ബാസുൻ. എങ്ങനെയാണ് വായിക്കുക? അബ്ബാസിൻ്റെ വീട് ബൈത്തു അബ്ബാസിൻ. ശ്രദ്ധിക്കണം, ബൈത്തുൻ എന്നുള്ളതിലെ രണ്ട് ഒഴിവാക്കിയിട്ട് ഒന്ന്, ബൈത്തു അബ്ബാസിൻ. അടുത്ത് നോക്കൂ, ദുഃഖാനുൻ എന്നതിലെ ദുഃഖാനുൻ അത്താജിറു എന്നതിനെ ദുഃഖാനു താജിരി, ദുഃഖാനു താജിരി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ഭാഗങ്ങളും നമ്മൾ ഇതേ രൂപത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് ഈ ഒരു തംരീൻ കഴിയുന്നതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ. യെസ്, ദഫ്തറുൻ ഉർഫത്തുൻ അലിയുൻ. അതിൻ്റെ ഉത്തരം എന്താണ്? ഉർഫത്തുൻ അലിയുൻ എന്നതിനെ എങ്ങനെ വായിക്കും? ഉർഫത്തു അലിയിൻ. ബൈത്തുൻ അൽ മുഹന്ദിസു എന്നതിനെ ബൈത്തുൽ മുഹന്ദിസി. ദഫ്തറുൻ സഈദുൻ എന്നതിനെ എന്താക്കി മാറ്റും? ദഫ്തറു സഈദിൻ. ഇസ്മുൻ അൽ വലദു എന്നതിനെ ഇസ്മുൽ വലദി. മിന്ദീലുൻ യാസിറുൻ എന്നതിനെ മിന്ദീലു യാസിരിൻ. കിതാബുൻ അല്ലാഹു എന്നതിനെ കിതാബുല്ലാഹി. ഖമീസുൻ അമ്മാറുൻ എന്നതിനെ ഖമീസു അമ്മാരിൻ. ബിൻതുൻ അത്വബീബു എന്നതിനെ ബിൻതു ത്വബീബി. സരീറുൻ ഖാലിദുൻ എന്നതിനെ സരീറു ഖാലിദിൻ. മിഫ്താഹുൻ അസ്സയ്യാറത്തു എന്നതിനെ മിഫ്താഹു സയ്യാറത്തി. അപ്പോൾ പ്രിയമുള്ള പഠിതാക്കളെ, നമ്മൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രണ്ട് കലിമത്തുകളെ ചേർത്ത് അത് ഒന്നിൻ്റേതാണ് എന്ന് പറയാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഒരു ശൈലിയാണ്, രീതിയാണ് നമ്മൾ ഈ ഒരു തംരീനിലൂടെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ബാക്കി തംരീൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.